തുറക്കി എന്തുണ്ടാക്കുമെന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് മോള് പറഞ്ഞത്, മമ്മ നമുക്ക് ഷവർമ പോലെ ഉണ്ടാക്കാമെന്ന്. 1 കപ്പ് ബോൺലെസ് ചിക്കനിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ഒനിയൻ പൗഡർ, 1 ടീസ്പൂൺ അറബിക് മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കസൂരി മേത്തി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ വിനേഗർ, 4 ടേബിൾ സ്പൂൺ തൈര്. ഇത്രയും ചേർത്ത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഈ ചിക്കൻ ഇട്ട് ചെറിയ തീയിൽ 12 മിനിറ്റ് വേവിച്ചെടുക്കണം. 2-3 പ്രാവശ്യം ഇളക്കി കൊടുക്കണം. തീ ഓഫാക്കിയതിന് ശേഷം ചാർക്കോൾ കത്തിച്ച് ഒന്ന് സ്മോക്കി ഫ്ലേവർ വരാൻ മൂടി വെക്കുക. 5 മിനിറ്റിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും, 1 ക്യാരറ്റ്, ചെറിയ കഷ്ണം ക്യാബേജ്, 1 ചെറിയ ക്യാപ്സിക്കം, 1 ചെറിയ തക്കാളി ഇത്രയും നീളത്തിൽ അരിഞ്ഞതും, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ വിനേഗർ, ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. 1/2 കപ്പ് മയോണൈസ്, ഹോട്ട് സോസ് 2 ടേബിൾ സ്പൂൺ, 1 സാഷെ തക്കാളിയുടെ സോസ്, അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി, 1/2 ടീസ്പൂൺ ഒറിഗാനോ എന്നിവ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് വെക്കാം. ഒരു മിക്സിയുടെ ജാറിൽ 4 മുട്ടയും 1/2 കപ്പ് പാലും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി വെജിറ്റബിൾസ് എല്ലാം നല്ലപോലെ തണുത്ത് കഴിഞ്ഞാൽ അതിലേക്ക് മയോണൈസും ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നന്നായി ക്രഷ് ചെയ്തതും മല്ലിയിലയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വട്ടം കുറവുള്ള ഒരു പാൻ ചൂടാക്കി എടുക്കണം. ഇതിലേക്ക് അല്പം മുട്ട മിക്സ് ഒഴിച്ചു. അതിലേക്ക് നമ്മൾ കുബൂസ് മുട്ടയിൽ മുക്കി വെച്ചു കൊടുത്തു. പിന്നെ ചിക്കൻ മസാല വെച്ചു കൊടുത്തു. വീണ്ടും കുബൂസ് മുട്ട മിക്സിൽ നന്നായിട്ട് മുക്കിയതിന് ശേഷം വെച്ചു കൊടുക്കണം. മസാലയും കുബൂസും തീരുന്നത് വരെ ഇങ്ങനെ ചെയ്തെടുക്കണം. അവസാനം മുട്ട മിക്സ് ഇതിന് ചുറ്റുമായി ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് വീണ്ടും മസാല വെച്ചതിന് ശേഷം കുറച്ച് ചീസ് വെച്ചു കൊടുക്കണം. പിന്നെ ക്യാപ്സിക്കം മല്ലിയില കൊണ്ട് അലങ്കരിക്കാം. ചെറിയ തീയിൽ 15 മിനിറ്റാണ് വേവിച്ചെടുക്കേണ്ടത്. അടിയിൽ ഒരു പാൻ ചൂടാക്കി അതിൻ്റെ മീതെയാണ് ഈ പോട്ട് വെച്ചു കൊടുക്കേണ്ടത്. വളരെ ചെറിയ തീയിൽ ഈ പോള കുക്ക് ചെയ്തെടുക്കണം. ഇനി ഫ്ലെയിം ഓഫാക്കി ജസ്റ്റ് ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ.